കഴിഞ്ഞ മാസം ന്യൂസിലൻഡിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എറിക്ക സ്റ്റാൻഫോർഡ് നടത്തിയ അനൗൺസ്മെൻ്റാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി, ന്യൂസിലൻഡിൽ നിന്നാണ്. ഇന്നത്തെ വീഡിയോ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളതാണ്. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ന്യൂസിലൻഡിലെ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിനെ ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ടയർ 1 ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അവർക്ക് സ്ട്രേറ്റ് ടു റെസിഡൻസി പാത്വേ ആണ്. ന്യൂസിലൻഡിലെ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ളവരെ പഠിപ്പിക്കാനുള്ള യോഗ്യതയാണുള്ളത് കേട്ടോ. അതായത് 5 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ളത്. 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെ പ്രൈമറി സ്കൂളിൽ നിന്നും 7 ഇൻ്റർമീഡിയറ്റ് സ്കൂളിംഗ് എന്നുമാണ് പറയുന്നത്. ന്യൂസിലൻഡിലെ സ്കൂളിംഗ് സിസ്റ്റത്തിനെ പറ്റിയൊക്കെയുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിരിക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന റോജി വർഗീസുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ നിങ്ങൾക്കൊന്ന് ഇതൊന്ന് നോക്കാവുന്നതാണ്. ഇതിനെപ്പറ്റി സ്കൂളിംഗ് സിസ്റ്റത്തിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടി അതൊന്ന് നിങ്ങൾക്കൊന്ന് ഗോത്രൂ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിന് സ്ട്രേറ്റ് റെസിഡൻസി പാത്വേ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് റെസിഡൻസോട് കൂടി അവർക്ക് ഫാമിലിയോട് കൂടി ന്യൂസിലൻഡിലേക്ക് ചേക്കാറുവാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ന്യൂസിലൻഡിലെ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ യോഗ്യത എന്ന് പറഞ്ഞെങ്കിൽ ബാച്ചിലേഴ്സ് ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നുള്ളൊരു ക്വാളിഫിക്കേഷനാണ് അവർ എടുക്കേണ്ടത്. അത് 3 വർഷത്തെ കോഴ്സാണത്. ഇപ്പോൾ നാട്ടിൽ ചെയ്തിരിക്കുന്ന നമ്മൾ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ആണല്ലോ. അങ്ങനെ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ചെയ്തിരിക്കുന്നവർക്ക് ഈ സ്കൂളിലെ വേറെ ഓഫീസ് ജോലികൾക്കൊക്കെയാണ് അവർക്ക് കൂടുതലും കിട്ടുന്നത്. പക്ഷേ കോഴ്സാണത് ലെവൽ 7 ആൻഡ് അബോവ് കോഴ്സാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇവിടുത്തെ സ്ട്രേറ്റ് റെസിഡൻസ് പാത്വേയിലേക്ക് യോഗ്യതയുള്ളത്. പലരും ചോദിക്കുന്ന കാര്യമാണ് സ്ട്രേറ്റ് റെസിഡൻസ് കാറ്റഗറി എന്താണെന്ന്. സ്ട്രേറ്റ് റെസിഡൻസ് കാറ്റഗറി എന്താണെന്ന് ചോദിച്ചെങ്കിൽ നിങ്ങൾക്കൊരു അക്രഡിറ്റ് എംപ്ലോയറിൽ നിന്ന് ജോബ് ഓഫർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് റെസിഡൻസോടുകൂടി ന്യൂസിലൻഡിലേക്ക് വരുവാൻ സാധിക്കും. അപ്പോൾ ലാസ്റ്റ് ഇയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് റെസിഡൻസിയോടുകൂടി ന്യൂസിലൻഡിലേക്ക് വരുവാനുള്ള ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നു. അതനുസരിച്ച് 480 ടീച്ചേഴ്സ് ന്യൂസിലൻഡിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ തന്നെ 1170 പേർക്ക് ഗ്രാൻഡോടുകൂടി, അതായത് $10,000 ഗ്രാൻഡോടുകൂടി ന്യൂസിലൻഡിലേക്ക് വരുവാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിനാണ്. മാർച്ച് 26 മുതൽ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സും സ്ട്രേറ്റ് റെസിഡൻസ് കാറ്റഗറിയിലേക്ക് ഉൾപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ യോഗ്യത എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ 55 വയസ്സ് താഴെ ആയിരിക്കണം. അപ്പോൾ 56 വയസ്സിൽ നമുക്ക് നാട്ടിലാണെങ്കിൽ പെൻഷനാകും. പക്ഷേ ഇവിടുത്തെ പെൻഷൻ പ്രായം എന്ന് പറഞ്ഞെങ്കിൽ 65 അല്ലെങ്കിൽ 67 ആകും. അങ്ങനെയാണ് ഇവിടുത്തെ പെൻഷൻ പ്രായം. അപ്പോൾ 55 വയസ്സിൽ താഴെയുള്ളവർക്ക് ന്യൂസിലൻഡിലേക്ക് പ്രൈമറി സ്കൂൾ ടീച്ചറായിട്ട് വരുവാനുള്ള ഒരു യോഗ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഈ വിസ ആപ്ലിക്കേഷൻ ഫീ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ $6,450 ഇതിൻ്റെ കോസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം എന്ന് പറഞ്ഞെങ്കിൽ 4 തൊട്ട് 5 മാസം വരെയാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്നതിൽ വർത്താണോ എന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ. വർത്താണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സാലറി അറിയണം അല്ലേ. സാലറി അറിയണമെന്നുള്ളവർക്ക് ന്യൂസിലൻഡിലെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ സാലറി മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ ഞാനൊന്ന് പറഞ്ഞു വിടാം, 75 മുതൽ 85 വരെയാണ് സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് കിട്ടുന്നത്. അപ്പം അതാണ് ഇവിടുത്തെ ആനുവൽ സാലറിയാണ് ഈ പറയുന്നത് കേട്ടോ. ഇനി ആർക്കൊക്കെ ന്യൂസിലൻഡിലെ പ്രൈമറി സ്കൂൾ ടീച്ചർ ആകാൻ പറ്റും, എന്താണ് ഇതിൻ്റെ യോഗ്യതകളെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിഗ്രി വേണം. 3 ഇയേഴ്സ് കോഴ്സാണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നുള്ള 3 ഇയർ കോഴ്സ് ലെവൽ 7 അബോവ് കോഴ്സ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നാട്ടിൽ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കോഴ്സ് നിങ്ങൾ NSEDQ, അതായത് ന്യൂസിലൻഡ് ക്വാളിഫിക്കേഷൻ അതോറിറ്റിയിലേക്ക് അസസ്മെൻറ്റിന് വേണ്ടി അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഇവിടുത്തെ ക്വാളിഫിക്കേഷനുമായി അസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ എന്ന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞെങ്കിൽ NSEDQയിൽ അസസ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ന്യൂസിലൻഡിൽ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കണം. അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എല്ലാ മോഡ്യൂളിലും IELTS എല്ലാ മോഡ്യൂളിലും ലെവൽ 7 ആയിരിക്കണം, 7 ആൻഡ് അബോവ് ആയിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ പോലീസ് ക്ലിയറൻസ് വേണം. നിങ്ങൾ ഏത് കൺട്രി ഓഫ് ഒറിജിൻ, ഏത് കൺട്രിയിൽ നിന്നാണോ വരുന്നത് അവിടുത്തെ പോലീസ് ക്ലിയറൻസ് വേണം. തന്നെ നിങ്ങൾ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി നിങ്ങൾ പ്രൂഫ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണം. ഇനി അഡീഷണൽ ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ് വേണം. അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ ടെസ്റ്റിമോണിയൽ ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വേണം, അത് കാണിക്കാൻ നിങ്ങൾക്ക്. അതെല്ലാം നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് കൊടുക്കാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ വയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. അതുപോലെ തന്നെ നിങ്ങൾ അതുപോലെ കാണിക്കാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ഇൻഡക്ഷൻ പ്രോഗ്രാം, ഏതെങ്കിലുമൊക്കെ ഇൻഡക്ഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഇൻ സർവീസ് പ്രോഗ്രാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ചെറിയ കോഴ്സുകൾ ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് NSEDQയിലേക്ക് അസസ്മെൻറ്റിന് വേണ്ടി അയക്കാവുന്നതാണ്.
നിങ്ങൾക്ക് ഇതെല്ലാം അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ രജിസ്ട്രേഷന് നിങ്ങൾ എലിജിബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ അറിയിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടുത്തെ രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾക്ക് പ്രൊവിഷണൽ രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിൻ്റെ ഒരു ജോബ് ഓഫറിന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ജോബ് ഓഫർ കിട്ടുവാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ എഡ്യൂക്കേഷൻ ഗസറ്റ് എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ മിനിസ്ട്രിയുടെ തന്നെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഏതെങ്കിലും ഒറ്റ ടീച്ചേഴ്സ് വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ നിന്നോ ജോബ് വേക്കൻസി ഉണ്ട് എന്നൊക്കെ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ജോബ് ഓഫർ കിട്ടിക്കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് സ്ട്രേറ്റ് റെസിഡൻസ് പാത്വേയിൽ നിങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് വരുവാൻ സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ടെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഈ നാട്ടിൽ പഠിച്ചിട്ടുള്ളവരുടെ കാര്യമാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അത് ബാച്ചിലർ ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നുള്ള കോഴ്സ് ചെയ്തവരായിരിക്കണം കേട്ടോ. അങ്ങനെയല്ല, നിങ്ങളിപ്പോൾ ഓവർസീസ് ആയിട്ട് ഇപ്പോൾ ധാരാളം കുട്ടികൾ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ഏതെങ്കിലുമൊക്കെ കോഴ്സിന് പോകാൻ വേണ്ടി താല്പര്യപ്പെട്ടിരിക്കുന്നവരാണല്ലോ. അങ്ങനെയുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നുള്ള 3 ഇയർ ഡിഗ്രി കോഴ്സ് നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽ രജിസ്ട്രേഷന് വേണ്ടി നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് ഓഫറിന് വേണ്ടി നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഗസറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടി പോകുന്ന സ്കൂളിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ട്രേറ്റ് റെസിഡൻസ് പാത്വേയിൽ നിങ്ങൾക്ക് റെസിഡൻസി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് വരുന്ന കുട്ടികൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഓവർസീസ് വന്ന് പഠിക്കുവാൻ വേണ്ടി താല്പര്യമുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്നവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഇത് ബാച്ചിലർ ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പഠിച്ചെങ്കിൽ ഇവിടുത്തെ ഒരു ടീച്ചറായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിരിക്കും. അപ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് പഠിക്കാൻ പോകുന്നവർക്ക് ഏത് കോഴ്സ് ചെയ്യണം എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവർക്ക് ഈ ടീച്ചിങ് കോഴ്സ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങളൊരു ടീച്ചറാണ്, പ്രൈമറി സ്കൂൾ ടീച്ചറാണ്, നിങ്ങൾ നാട്ടിലൊരു ടീച്ചറാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു. അല്ല, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ടീച്ചേഴ്സിനെ അറിയാവുന്നവരുണ്ട്, അവർക്ക് പുറത്തേക്ക് പോകണമെന്ന് താല്പര്യപ്പെട്ടിരിക്കുന്നവർക്കാണെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് ന്യൂസിലൻഡിലേക്ക് വരുവാൻ താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് വരാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് ചെയ്തിരിക്കുന്നവർക്കാണെങ്കിൽ ഏത് കോഴ്സ് ചെയ്തെങ്കിലും നിങ്ങൾക്ക് ഇവിടുത്തെ ടീച്ചറിൻ്റെ ഷോർട്ടേജ് നന്നായിട്ടുണ്ട്. അപ്പം ടീച്ചേഴ്സിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ഏത് കോഴ്സ് ചെയ്തെങ്കിലാണ് ഇവിടുത്തെ ടീച്ചിങ്ങിൻ്റെ രജിസ്ട്രേഷൻ കിട്ടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇതിന് കമൻറ്റ് ഇടുകയാണെങ്കിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് കമൻറ്റ് ഇടാവുന്നതാണ് കേട്ടോ. ഞാൻ അറിയാവുന്ന രീതിയിൽ, അതായത് ഞാനിവിടെ 25 വർഷമായിട്ട് താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വലിയ കുട്ടികളുമായിട്ട് ന്യൂസിലൻഡിലേക്ക് വന്നിരിക്കുന്നവർ ഏത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സ് ചെയ്താലാണ് ജോലി കിട്ടുന്നതൊക്കെ ചോദിക്കാറുണ്ട്. പേരൻസ് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്തോണ്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പേരൻസ് പലരും ചോദിക്കാനുള്ള നാട്ടിലൊക്കെ വെച്ച് കാണുമ്പോൾ ഏത് കോഴ്സിന് വന്നെങ്കിലാണ് ഇവിടെ ജോലി കിട്ടുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പം ഇവിടെ ടീച്ചേഴ്സിന് നല്ല ഷോർട്ടേജ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ധാരാളം ടീച്ചേഴ്സ്, നമ്മുടെ മലയാളി ടീച്ചേഴ്സ് ധാരാളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ധാരാളം സെക്കൻഡറി ടു സ്കൂൾ ടീച്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വളരെ ഷോർട്ടേജ് ഉള്ള വിഷയങ്ങളാണ് ഈ സയൻസും മാത്സും ഒക്കെ കേട്ടോ. അത് സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഡിഗ്രി പഠിച്ചിരിക്കുന്നവർക്കാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് സ്ട്രേറ്റ് റെസിഡൻസി പാത്വേയിൽ നിങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് വരാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്. ബൈ.